അപ്പോൾ ഇത്തവണ നമ്മൾ ഈ ചിത്രമാണ് കേട്ടോ വരയ്ക്കാൻ പോകുന്നത്. ഈ ചിത്രം നമ്മൾ ഡോംസിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ വേണ്ട കളേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ യെല്ലോ, ഓറഞ്ച്, റെഡ്, പിന്നെ നമ്മുടെ ബ്ലെൻഡ് ചെയ്യുന്ന വൈറ്റ്, പിന്നെ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പിന്നെ നമ്മൾ അത്യാവശ്യത്തിനായിട്ട് ഒരു ബ്രൗണും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലവറിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡാർക്ക് പോർഷനായിട്ടുള്ള പാർട്ടിൽ നമ്മൾ യെല്ലോ ആദ്യം ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ബ്ലെൻഡിങ്ങിനുള്ള വൈറ്റ് പെന്ന് യൂസ് ചെയ്തിട്ട് ആ യെല്ലോനെ ചെറുതായിട്ട് ലൈറ്റ് ഏരിയയിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് വൈറ്റ് പോർഷനൊക്കെ വരുന്ന സ്ഥലത്തേക്ക് ആ ബ്ലെൻഡിങ്ങിൻ്റെ പെന്ന് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക് യെല്ലോ ആൻഡ് ലൈറ്റ് യെല്ലോ ഫീല് വരും. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറഞ്ചും യെല്ലോവും തമ്മിൽ അതിൻ്റെ ടിപ്പ് തമ്മിൽ മുട്ടിച്ചിട്ട് യെല്ലോ പെന്ന് വെച്ചിട്ട് വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റോങ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ യെല്ലോവും ഓറഞ്ചും ടിപ്പ് തമ്മിൽ ടച്ച് ചെയ്തിട്ട് ഓറഞ്ച് പെന്ന് വെച്ചിട്ട് ഡാർക്ക് ഏരിയസിൽ, അതായത് റെഡൊക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ ഷെയ്ഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഡാർക്കും ലൈറ്റ് ഏരിയ വരുമ്പോൾ യെല്ലോ ആയിട്ടും വരും. ഓക്കെ ഓക്കെ അതിനുശേഷം കുറച്ച് നല്ല ഡാർക്കുള്ള ഏരിയയിൽ ഡയറക്റ്റ് ഓറഞ്ച് വെച്ചിട്ട് തന്നെ കൊടുത്താൽ മതി. മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്ത ഫ്ലവർ ഞാൻ വരയ്ക്കുന്നത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ റെഡ് ബ്രഷ് പെൻ എടുക്കുക. അതിനുശേഷം യെല്ലോ ബ്രഷ് പെൻ എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് ടിപ്പും തമ്മിൽ ടച്ച് ചെയ്തിട്ട് ആ യെല്ലോ ബ്രഷ് പെൻ വെച്ചിട്ട് ഡാർക്ക് ഏരിയയിൽ നിന്ന് ലൈറ്റ് ഏരിയയിലേക്ക് ഇങ്ങനെ കളർ ചെയ്തിട്ട് വരിക. എപ്പോഴെങ്കിലും റെഡ് ഭയങ്കരമായി കൂടുതലായി തോന്നിയാൽ എന്ത് ചെയ്യുക, യെല്ലോ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്ന വൈറ്റ് പെൻ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്ച്വലി ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. ഞാനിതിൽ 2 തരത്തിൽ ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലതായി തോന്നിയ രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് ഇല ഷെയ്ഡ് ചെയ്യലാണ്. ആക്ച്വലി ഇവിടെ ഇല ജസ്റ്റ് ഞാനിവിടെ യെല്ലോവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആദ്യം ഇല ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഞാനെടുത്ത റെഫറൻസിൽ ഇലക്ക് കുറച്ച് യെല്ലോ ടച്ച് ഉള്ളതുകൊണ്ട് ഞാൻ യെല്ലോൻ്റെ ടിപ്പും ലൈറ്റ് ഗ്രീൻ്റെ ടിപ്പും തമ്മിൽ ടച്ച് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ എല്ലാ ഇലയും ഈ ഒരു പാറ്റേൺ അല്ല, ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും മാത്രം ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ ഈ ഒരു 2 ഇല മാത്രം യെല്ലോ ടച്ചിൽ കൊടുത്താൽ മതി. നമ്മൾ ഡോംസ് ബ്രഷ് പെൻ വെച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ചിത്രം വരയ്ക്കാം കേട്ടോ. പല റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രം തന്നെ വരയ്ക്കാം. ഇത് ടൈമിൻ്റെ കുറവ് മൂലം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ബ്രഷ് പെൻ വെച്ചിട്ട് നല്ല റിസൾട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഫ്ലവർ കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ ഒരു പാറ്റേണിൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര നന്നായിട്ട് കിട്ടിയ പോലെ തോന്നി. നോക്കിക്കേ, ആദ്യത്തെ ഫ്ലവറിനേക്കാളും എനിക്ക് ഈ രണ്ടാമത് വരച്ച ഫ്ലവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതപ്പോൾ ആ ഫ്ലവർ വരച്ച സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെച്ച് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു തന്ന പാറ്റേൺ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഒന്നും കൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മൾ കണ്ടോ യെല്ലോ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. വൈറ്റ് വരേണ്ട ഭാഗ്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വൈറ്റ് പെൻ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡാർക്ക് ഏരിയകളിൽ ഈ യെല്ലോ പെന്നും ഓറഞ്ചും തമ്മിൽ ടിപ്പ് ടച്ച് ചെയ്തിട്ട് ആദ്യം ഒരു ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, കണ്ടോ, ഇങ്ങനെ യെല്ലോയും ഓറഞ്ചും ടിപ്പ് തമ്മിൽ ടച്ച് ചെയ്തിട്ട് ഡാർക്ക് ഏരിയയിൽ ജസ്റ്റ് ആദ്യം ഒന്ന് ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം ഡാർക്ക് റെഡ് വരുന്ന സ്ഥലത്ത് റെഡും
യെല്ലോ പെന്നിൻ്റെ ടിപ്പും തമ്മിൽ ടച്ച് ചെയ്തിട്ട് യെല്ലോ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇനി നല്ല ഡാർക്ക് ഉണ്ടാവും, അതായത് ബ്ലാക്കൊക്കെ വരുന്ന തരത്തിൽ നല്ല ഷാഡോ ഒക്കെ വരുന്ന ഡാർക്ക്, അവിടെ എന്ത് ചെയ്യുക, റെഡ് ബ്രഷ് പെൻ ഡയറക്റ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് അഥവാ കുറച്ച് കൂടുതലായി പോയാൽ യെല്ലോ പെൻ വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ബാക്കി യെല്ലോയൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം അവിടെ ഡാർക്ക് പോർഷനൊക്കെ വരുന്ന പാർട്ടിൽ ഡാർക്ക് ഗ്രീനിനെ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ട് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഞാനീ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഈ ട്യൂട്ടോറിയൽ ഫാസ്റ്റായിപ്പോയി ക്ലിയർ ഇല്ല എന്നുള്ള കമൻറ്റുകളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ സ്ലോ പ്രോസസ്സിങ് വീഡിയോ വിത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫ്ലവർ മാത്രം ഫില്ല് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഇടാം. ഓക്കെ, അത് നോക്കിയാൽ മതി. ഭയങ്കര സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് ഇതിലുണ്ട്. കണ്ടോ, യെല്ലോ ആൻഡ് ഓറഞ്ച് ടിപ്പ് തമ്മിൽ ടച്ച് ചെയ്തിട്ട് ഞാൻ ഡാർക്ക് പോർഷനൊക്കെ ഫില്ല് ചെയ്യുന്നു. ഇത് കണ്ടോ, ലൈറ്റ് ഗ്രീനിൻ്റെ ഇടയിൽ ഡാർക്ക് ഗ്രീൻ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് ലൈറ്റ് ഗ്രീൻ വെച്ച് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ വരിക. സത്യം പറഞ്ഞാൽ നമുക്കിതിനേക്കാളും അടിപൊളിയാക്കാം, കുറച്ച് കൂടുതൽ സമയം ഇരിക്കുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരിക. പിന്നെ വീഡിയോൻ്റെ നെഗറ്റീവൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.